ഓക്കെ. അപ്പം ഇതാണ് ഫയൽ ഓപ്പറേഷനിലുള്ള ഒരു പ്രോഗ്രാം. ഇതിൽ ചോദിക്കുന്നതെന്ന് വെച്ചാൽ റൈറ്റ് എ ഫംഗ്ഷൻ ഡിസ്പ്ലേ വേർഡ് ഇൻ പൈത്തൺ ടു റീഡ് ലൈൻസ് ഫ്രം എ ഫയൽ ടെക്സ്റ്റ് ഫയൽ story.txt ആൻഡ് റൈറ്റ് ദോസ് വേർഡ്സ് വിച്ച് ആർ ലെസ് ദാൻ 4 ക്യാരക്ടേഴ്സ് ഇൻ ടു അനദർ ഫയൽ. story.txt എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അത് റീഡ് ചെയ്ത് അതിൽ നിന്ന് ടെക്സ്റ്റ് എല്ലാം എടുത്ത് 4 ക്യാരക്ടർ ചെറിയ ടെക്സ്റ്റ് എത്രണ്ണം ഉണ്ടോ അതിനെല്ലാം വേറൊരു ഫയലിലേക്ക് ആക്കണം. ഇതാണ് പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ ഇതിന്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പം കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ആ story.txt എന്ന് പറയുന്ന ഫയൽ. ഇതിൽ നിന്ന് 4 ക്യാരക്ടർ ചെറുതുള്ള എല്ലാം വേറൊരു ഫയലിലേക്ക് ആക്കണം. അപ്പൊ ഇത് കണ്ടോ, ഇത് 2, ഇത് 3, ഇത് 3, ഇത് 4, ഇത് വരത്തില്ല, ലെസ് ദാൻ 4 ആ. 3 3 3 3 3 3 2 3 2 4. ഇപ്പൊ കണ്ടോ, ഇവിടുന്ന് ജൂഹി ഇല്ല. ഐ ആം കഴിഞ്ഞ നേരെ ഹൗ ആ. ഐ ആം കഴിഞ്ഞ നേരെ ഹൗ. അതുപോലെ ഇവിടെ വാട്ട് വരത്തില്ല, കാരണം ഡു കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ട് 2 ക്യാരക്ടർ ഉള്ള ഇതിനെ മാത്രമേ എടുക്കത്തുള്ളൂ. 4 ആയതുകൊണ്ട് എടുക്കത്തില്ല. അതുകൊണ്ട് ഡു കഴിഞ്ഞിട്ട് ഇസ്. അപ്പൊ ഇതാണ് വർക്കിംഗ്. ആദ്യമേ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫയൽ നമ്മൾ റീഡ് ചെയ്തിട്ട് ആ ഫയലിൽ എന്തൊക്കെ വേർഡ്സ് ഉണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതാണ് മെയിൻ ഫസ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഫയലിൽ നമ്മൾ ഓപ്പൺ ചെയ്തു റീഡ് മോഡിൽ. ഇതിപ്പോൾ എക്സിക്യൂട്ട് ആവില്ല. ഇവിടെ പോയിട്ട് ഈ ഫംഗ്ഷൻ കോൾ ആവും. ഫംഗ്ഷൻ കോൾ ആവുമ്പോൾ ഇവിടെ ചെല്ലും. ഇവിടെ ചെന്നിട്ട് ആ ഫയലിനെ നമ്മൾ റീഡ് ചെയ്ത്, ഈ എഫ് എന്നുള്ള ഫയലിനെ റീഡ് ചെയ്ത് വേരിയബിളിൽ സ്റ്റോർ ആക്കിയിട്ട് അത് നമ്മൾ പ്രിന്റ് ചെയ്ത്, അതാണ് മൊത്തം ക്യാരക്ടേഴ്സും പ്രിന്റ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് ഫയൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി പുതിയൊരു ഫയൽ ഉണ്ടാക്കണം. ലെസ് ദാൻ 4 ക്യാരക്ടേഴ്സിനെ നമ്മൾ വേറൊരു ഫയലിലോട്ട് മാറ്റണം എന്നല്ലേ പറഞ്ഞത്. അതാണ് ഈ book.txt. ഇതിനകത്തോട്ട് നമ്മൾ ഈ story.txt-യിൽ 4 ക്യാരക്ടർ ചേർത്തുള്ളതിനെല്ലാം ട്രാൻസ്ഫർ ചെയ്യും, മാറ്റി വയ്ക്കും. അപ്പം പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തു F1. എന്നിട്ട് പഴയ ഫയൽ സ്റ്റോറിനെ ഓപ്പൺ ചെയ്തു റീഡ് മോഡിൽ. ഇതിന്റെ ഫുൾ കണ്ടന്റ് റീഡ് ചെയ്ത് ഒരു വേരിയബിളോട് സ്റ്റോർ ചെയ്ത്, അത് കഴിഞ്ഞ് നമ്മൾ ഇതിപ്പോ എല്ലാം ഒരു പാരഗ്രാഫ് പോലെ കിടക്കും. ഇതിനെ നമ്മൾ വേർഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ സ്പ്ലിറ്റ് എന്ന് വെച്ചാലുണ്ടല്ലോ, ഈ സ്പേസ് കഴിഞ്ഞിട്ടുള്ളിടത്ത് ഇപ്പൊ ഇതുണ്ട്, ഇതൊരു സ്പേസാ. അപ്പൊ ഇത് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. ഇത് രണ്ട് വേർഡ്സ് ആവും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആവും, ഇവിടെ സ്പ്ലിറ്റ് ആവും. ഈ വൈറ്റ് സ്പേസസിലൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന, വൈറ്റ് സ്പേസസ് ഉള്ളിടത്തെല്ലാം ഈ സെന്റൻസിനെ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ഈ സ്പ്ലിറ്റ് ഫംഗ്ഷന്റെ പരിപാടി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ വേർഡ്സിനകത്തെല്ലാം നമ്മുടെ വേർഡ്സ് ആണ് കിടക്കുന്നത്. ആ ഫയലിനകത്തുള്ള എല്ലാം ഓരോന്നോരോന്നായിട്ട് വേർഡ് ആയിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനി ഫോർ ലൂപ്പ് വെച്ച് 1 by 1 നമ്മൾ ഓപ്പൺ ചെയ്യും. ഫോർ ഐ ഇൻ വേർഡ്സ്. അപ്പം ആദ്യം തൊട്ട് അവസാനം വരെ റൺ ചെയ്യും. ഇഫ് ലെങ്ത് ഓഫ് ഐ, ഫസ്റ്റ് വേർഡിന്റെ ലെങ്ത് 4-നേക്കാട്ടി ചെറുതാണെങ്കിൽ F1 ഡോട്ട് റൈറ്റ്. F1 എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ പുതിയ ഫയലിന്റെ പേര്. F1 ഡോട്ടിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഇതിങ്ങനെ ലൂപ്പ് ഫുള്ള് റൺ ചെയ്യും ഈ വേർഡ്സ് തീരുന്നവരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഫയലിനെയും ക്ലോസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം കോപ്പി മാത്രം നടന്നോളൂ, കാണാൻ വേണ്ടി ഇത് ഇവിടെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫയൽ അഥവാ ക്രിയേറ്റ് ആയില്ലെങ്കിൽ ഫയൽ നോട്ട് ഫൗണ്ട് എന്നുള്ള എറർ വരും. ഇല്ലെങ്കിൽ ഫയൽ ഓപ്പൺ ആവും റീഡ് മോഡിൽ. എന്നിട്ട് ഇതങ്ങ് പ്രിന്റ് ചെയ്യും. F1 ഡോട്ട് റീഡ് ലൈൻസ് ഞാൻ മറ്റേ ബേസിക് വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ലായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ റീഡ് ലൈൻസിന്റെ പരിപാടി എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോഡ് വർക്ക് ചെയ്യുന്നത്.